അദ്ധ്യായം 33. യെസ്റ്റർഡേ ടുഡേ ടുമോറോ. ബ്രൻഫെൽസിയ പൗഡ്ചി. ബ്രൻഫെൽസിയ പോസിഫ്ലോറ എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ ചെടി സാധാരണയായി വീട്ടിലെ പൂന്തോട്ടങ്ങളിൽ വളർത്താൻ കഴിയുന്ന ഒന്നാണ്. ഇതിന്റെ പൂക്കൾ 3 ദിവസം കൊണ്ട് നിറം മാറുന്നതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. ആദ്യ ദിവസം വയലറ്റ് നിറത്തിലും 2-ാം ദിവസം ലാവൻഡർ നിറത്തിലും 3-ാം ദിവസം വെള്ള നിറത്തിലുമായിരിക്കും പൂക്കൾ കാണപ്പെടുന്നത്. ഈ ചെടിക്കു വളരാൻ നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ളതിനാൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് നടാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ചെടിക്കു വളരാൻ നല്ല നീർവാർച്ചയുള്ള മണ്ണ് ആവശ്യമാണ്. സാധാരണയായി പൂന്തോട്ടത്തിലുപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ് മതിയാകും. കൂടുതൽ പൂക്കൾ ഉണ്ടാകാനായി എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ നൽകാവുന്നതാണ്. ഈ ചെടി വളർത്തുന്നതിലൂടെ പൂന്തോട്ടത്തിന് ഭംഗി നൽകാനും അന്തരീക്ഷം ശുദ്ധീകരിക്കാനും സാധിക്കും. ഈ ചെടി വളർത്തുന്നത് ആരോഗ്യത്തിന് ഹാനികരമല്ല. യെസ്റ്റർഡേ ടുഡേ ടുമോറോ ചെടിയിൽ പ്രധാനമായും 3 ഇനം വെറൈറ്റികളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ടവ ബ്രൻഫെൽസിയ അമേരിക്കാന, ബ്രൻഫെൽസിയ ഓസ്ട്രേലിയൻ ഡ്രീം, ബ്രൻഫെൽസിയ ലേറ്റിഫോളിയ എന്നിവയാണ്. യെസ്റ്റർഡേ ടുഡേ ടുമോറോ ചെടിക്ക് മിതമായ നനവ് മതിയാകും. മണ്ണ് ഉണങ്ങിയതായി തോന്നുമ്പോൾ മാത്രം നനയ്ക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കുന്നത് ചെടിയുടെ വേരുകൾ ചീഞ്ഞുപോകാൻ കാരണമാകും. അതിനാൽ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ യെസ്റ്റർഡേ ടുഡേ ടുമോറോ ചെടി നട്ടുപിടിപ്പിക്കുക. ഇത് നിങ്ങളുടെ പൂന്തോട്ടത്തിന് വളരെ വലിയ ഒരു അലങ്കാര ചെടിയായിരിക്കും. ഇനി യെസ്റ്റർഡേ ടുഡേ ടുമോറോ ചെടിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. Like, share and subscribe. Thank you.